ഹായ്, വെൽക്കംസ് ടു ഏവോ സ്റ്റേഡിയോ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടു നിർത്തിയത് ആദിയും അവന്റെ അനിയൻ മനുവും കൂടി കാറിൽ യാത്ര ചെയ്യുമ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്നതാണ്. അതിൽ അവസാനത്തെ ഡയലോഗ് എന്തെന്നാൽ മനു ആദിയോട് ശിവയെ പറ്റി നിനക്ക് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി അവളോടുണ്ടോ എന്ന് ചോദിച്ചതാണ്. തുടർന്നുള്ള ഭാഗത്തിനായി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും എന്റെ ഹാർദമായ സ്വാഗതം. ഇവൻ ഇതെന്ത് തേങ്ങയാ പറയുന്നത് എന്ന പോലെ ആദിത്യ കണ്ണുമിഴിച്ച് മനുവിനെ നോക്കുമ്പോൾ അവിടെ വല്ലാത്ത പരിഭവത്തിലാണ് ചെറുക്കൻ. ആദി പതിയെ അവനോട് ചോദിച്ചു, പുകഴ്ത്താനോ? അവളെയോ? എന്റെ ദൈവമേ, അതിനോട് ഞാൻ സംസാരിക്കാൻ തന്നെ വരാറുണ്ടാടാ. നിങ്ങൾ രണ്ടും കൂടെയല്ലേ പതിവായി എന്നെ ചൊറിഞ്ഞോണ്ട് വരുന്നേ. ഞാൻ നിങ്ങളുടെ ഇടയിൽ വല്ലപ്പോഴും അല്ലേ കാണൂ. മനു എന്നിട്ടും കോക്രി കാണിക്കുന്നുണ്ടു. അങ്ങനെയൊന്നും അല്ല, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാടാ എന്നതുപോലെ. എന്നിട്ടവൻ മെല്ലെ ചോദിച്ചു, അത് ശരി, അപ്പോ അവൾ ഇന്റലിജന്റാ എന്നൊക്കെ നീ കണ്ടുപിടിച്ചത് എങ്ങനെയാടാ ചേട്ടാ? ഇത് നീയും തീർന്നില്ലേ എന്റെ ദൈവമേ എന്നതുപോലെ ആദിത്യ അനിയനെ തിരിഞ്ഞൊന്ന് നോക്കി. എന്തടാ പൊട്ടാ, ഞാനൊരു ബിസിനസ് മാനാ. എനിക്കറിയാം ഒരാളെ കാണുമ്പോൾ അവരെങ്ങനെയാന്ന്. അതിന്റെ ഒരു ഇതില് ഇന്റലിജന്റ് എന്നൊന്ന് പറഞ്ഞു പോയതാ. ഒന്ന് മതിയാക്കുവോ നീ? അത് കേൾക്കെ മനു ഒന്ന് തലയാട്ടി. എന്തോ മനസ്സിലായോ ആവോ, അതുപോലെയൊക്കെയാണ് ആ തലയാട്ടൽ. ആ പോട്ടെ ചേട്ടാ, എന്റെ ശ്രദ്ധ അല്പം ഒന്ന് മാറിപ്പോയി. നമ്മുടെ വിഷയം അതല്ല. നിന്റെ ഓഫീസിലേ നല്ല ചെല്ലക്കിളികളൊക്കെ ഉണ്ടോ, അതോ ശ്രദ്ധ മാത്രമേ ഉള്ളോ? മനു പറയുന്നത് കേൾക്കെ ആദ്യാണേൽ ഇവനെപ്പോഴും അവളെ വിളച്ച് എന്നതുപോലെയാ കണ്ണു മിഴിച്ചെന്ന് നോക്കിപ്പോയത്. മനുവാണേൽ ഇതൊന്നും ഒരു വാതകമേ അല്ല എന്നതുപോലെ വെളിയിലേക്ക് തന്നെ കാഴ്ചയിൽ നോക്കി ഇരിപ്പുണ്ട്. ഒറ്റയടിയാണ് ആദി അനിയന്റെ കയ്യിലായി വച്ചു കൊടുത്തത്. എന്നിട്ട് അല്പം ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു, ദാ എന്റെ കൊച്ചേ, ഒന്ന് അടങ്ങിയിരിക്കാമോ? നിന്റെ ഈ കോഴിത്തരമൊന്നും മതിയാക്കാറായില്ലേ നിനക്ക്? ഓഫീസിലേക്ക് വരുന്നതേ എന്റെ ഓഫീസ് കുളം തോണ്ടാനല്ല, മര്യാദയ്ക്ക് ജോലി ചെയ്യാനാണ്. പിന്നെ ശ്രദ്ധ, അവളാണേൽ ഒരു പാവം കൊച്ച, ജോലി മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ട്. വളരെ കാലം കൂടി കിട്ടിയ ഒരു മര്യാദയുള്ള സ്റ്റാഫാ. വെറുതെ അതിനെ തോലച്ച് കളയരുത്. എന്റെ ഒരു അപേക്ഷയായിട്ട് മഹാത്മാവ് കരുതണം. അതിന് മറുപടിയായി മനു ഒന്ന് ഭംഗിയിൽ ചിരിച്ചു. അവന്റെ ഹൈലൈറ്റും ആ പുഞ്ചിരി തന്നെയാണ്. അവൻ ചിരിക്കുമ്പോൾ ഇരു കവിളിലും ചെറുതായി നുണക്കുഴികൾ രണ്ടെണ്ണം തെളിഞ്ഞിങ്ങനെ വരും. ഒപ്പം ചേട്ടനോടായി അവൻ മറുപടിയും പറഞ്ഞു, ചേടാ ഇതെന്ത് കൂത്ത്? ഞാനൊരു സുന്ദരനായി പോയതെന്റെ തെറ്റാണോ ചേട്ടാ? ഇതൊക്കെയല്ലേ ഒരു എൻജോയ്മെന്റ്. ഒന്നുമില്ലേലും എന്റെ ചേട്ടൻ ഒരു വിശ്വാമിത്രനൊക്കെയായി ജീവിതം ഒഴിഞ്ഞു വെച്ച സ്ഥിതിക്ക് ഞാനേലും എങ്ങനെയെങ്കിലും ഒരെണ്ണത്തിന് സെറ്റ് ആക്കട്ടെടാ. ഇല്ലേലേ നമ്മളെ തറവാട് അന്യം നിന്ന് പോകും. അത് വളരെ മോശമാടാ. ആദ്യ പുച്ഛത്തോടെ അനിയന് നോക്കെ അവിടെ വല്ലാത്തൊരു ചിരിയിലാണ്. എന്തോ നേടിയതുപോലെയാ അവന്റെ ആ ഇരിപ്പ്. ആദ്യം അപ്പോൾ തന്നെ പല്ലും കടിച്ച് മറുപടി കൊടുത്തു, തറവാട് സംരക്ഷിക്കാനേ മരുന്നിനൊരു പേരക്കുട്ടി മതി. ഇക്കണക്കിന് പോയാലേ നീ ഒരു അംഗൻവാടി തന്നെ തുടങ്ങും. വേണമെങ്കിൽ നമുക്കൊരു കൺട്രിയായി എന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പല്ലും കടിച്ച് പറയുന്ന ആദിയെ കാണെ മനുവിന് പിന്നെയും കുസൃതി തോന്നി. അയ്യേ മ്ലേച്ഛം, ഇതോ മനുഷ്യ, ഞാൻ ഇപ്പോഴും കന്യകനുണ്ടോ? ഓരോ കെട്ടിപ്പിടി, പിന്നെ അത്യാവശ്യം വല്ല ചുംബന, ചെറിയൊരു തലോടൽ, ഇത്രയേ ഉള്ളു. ഇതൊക്കെ ഇല്ലേ പിന്നെ എന്ത് ജീവിതമാടാ. വല്ലാണ്ട് മുരടിച്ചു പോകുന്നേ. അത് കേൾക്കെ ആദി മനുവിന്റെ തലയിലായി തട്ടിക്കൊണ്ട് പറഞ്ഞു, ഊഫ്, എന്തു വച്ചക്ക, ഒന്നുമില്ലേലും നിന്റെ പൊസിഷൻ എങ്കിലും ഓർക്കണ്ടേ? കോടിക്കണക്കിന് ആസ്തിയുള്ള ശങ്കർ ഗ്രൂപ്പിന്റെ പകുതി സ്വത്തിന്റെ ഒരേ ഒരു അവകാശിയല്ലേ നീ? നാണമാനം വേണ്ട മനുഷ്യനായ. ആദ്യം വളരെ ഗഗനമായി പറഞ്ഞു കൊടുക്കുന്നതൊക്കെ മനു എവിടെ കേൾക്കാൻ. അവൻ പതിയെ ആദിയെ തോളിലൊന്ന് തട്ടി പറഞ്ഞു, അയിന് ഇടോ മനുഷ്യ, ഈ സ്വത്തും കെട്ടിപ്പിടിച്ച് നടന്നാലേ മനുഷ്യന് സന്തോഷം കിട്ടുമോ? സന്തോഷവും സമാധാനവും ഒക്കെ വേണേലേ നമ്മൾ നമുക്ക് ഇഷ്ടമായതുപോലെ അങ്ങ് ജീവിക്കണം. എത്ര എത്ര നല്ല ചെല്ലക്കിളികളാ, ആഹാ, അവരെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ പിന്നെ ആരാണ് ശ്രദ്ധിക്കാൻ? ശാപം കിട്ടും മനുഷ്യ. ആദ്യം തന്റെ അനിയന്റെ കൈ തട്ടി മാറ്റി കൂർപ്പിച്ചെന്ന് നോക്കി.
ചെക്കാം, അപവാദം വല്ലതും വന്നാലേ നമ്മുടെ കമ്പനിയെ ബാധിക്കുന്നത്. റെപ്യൂട്ടർ സ്ഥാനത്തിരിക്കുമ്പോഴേ അതിൻ്റെതായ മാനേഴ്സ് കീപ്പ് ചെയ്യണം. അതറിയോ നിനക്ക്? ആദ്യ വീണ്ടും പല്ലും കടിച്ച് പറയേ മനു ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അതിനുള്ള മറുപടിയും അപ്പോൾ തന്നെ കൊടുത്തു. അപ്പോളേ അത്രയും ഡീസന്റ് ആയിരുന്നിട്ട് നിനക്കൊന്ന് ഗോസിപ്പൊക്കെ കേൾക്കേണ്ടി വന്നതോ? ആളുകൾ പറയുന്നത് കേൾക്കാൻ നിന്ന അതിനെ സമയം കിട്ടൂടാ ചേട്ടാ. അന്ന് നീ തളർന്നു നിന്നത് ഇപ്പോഴും എന്റെ കൺമുന്നിലുണ്ട്. നീ പണ്ട് തൊട്ടേ ഒതുങ്ങിയ സോണിൽ ജീവിക്കുന്നോണ്ടാ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. നിന്നെ അവര് ടാർഗറ്റ് ചെയ്തുകൊണ്ട് പോണതും എന്നെ കണ്ടുപടി. ഇതിപ്പോ എവിടെ പോയാലും കുറെ ലേഡീസിന്റെ കൂടെ കാണും. അതിനാൽ തന്നെ എന്താ ഏതാ എന്നൊന്നും അവർക്ക് ചിന്തിക്കാനും പറ്റൂല. ഗോസിപ്പ് എഴുതാൻ പോയാ വല്ല ഗ്രൂപ്പ് ഗോസിപ്പായിട്ട് എഴുതേണ്ടിയും വരും. അതുകൊണ്ട് അവർക്ക് ആ പണിക്ക് നടക്കാനും പറ്റൂല. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? അത് കേൾക്കെ ആദി ചിരിയോട് തലയാട്ടി പറഞ്ഞു. ദാ അവൾ വീണ്ടും ചാനലിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. മനു ആദിയെ നോക്കുമ്പോൾ വല്ലാത്തൊരു പ്രസരിപ്പോടെയാ അവൻ സംസാരിക്കുന്നത്. അതിനാൽ അവന്റെ കണ്ണുമൊന്ന് കൂർത്തു. എന്നിട്ട് ചോദിച്ചു, ആരാടാ ചേട്ടാ? ഇഷയോ? അവള് നിനക്ക് കിട്ടിയാ? മനുവിന്റെ അത്ഭുതപൂർവമായ ആ ചോദ്യവും നോട്ടവും കാണുകെ ആദ്യം ഒന്ന് ചിരിച്ചു. എന്നിട്ട് മെല്ലെ പറഞ്ഞു, ഞാനൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് അവൾക്ക്. അവൾ അതിലേ കൊത്തുകയും ചെയ്തു. ഇപ്രാവശ്യം ഞാൻ അവളായിട്ട് 5-6 കളി പഠിപ്പിച്ചിട്ടേ വിടൂ. പണ്ട് നിഷ ഠാക്കൂർ ആദ്യയും മഹാലക്ഷ്മിയും ചേർത്ത് ഗോസിപ്പ് ഇറക്കിയപ്പോൾ ആദിയും മനുവും അവളെ നോട്ടമിട്ട് വച്ചിരുന്നതാണ്. അത്രയ്ക്കല്ലേ അവൾ ആദിയെ നാറ്റിച്ചു വിട്ടത്. അവളുടെ അമ്മുമ്മയുടെ ഒരു എക്സ്ക്ലൂസീവ്. പക്ഷെ അന്ന് വലിയച്ഛൻ സമ്മതിച്ചില്ല. പിന്നെ പെട്ടെന്ന് പ്രതികരിക്കാൻ പറ്റിയ അവസ്ഥയും അല്ലായിരുന്നല്ലോ. ആദ്യമായി കിട്ടിയ അടിയായതിനാൽ തന്നെ ആദ്യം നന്ദി തളർന്നും പോയിരുന്നു. അന്നത്തേതിനു ശേഷം ഇന്നാണ് പിന്നെ ഇതിനെക്കുറിച്ച് ഇവർ സംസാരിക്കാൻ ശ്രമിക്കുന്നത് തന്നെ. അതിനാൽ തന്നെ മനുവിന്റെ കണ്ണുകൾ വല്ലാതെ തിളങ്ങുന്നുണ്ട്. ചേട്ടാ, അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് പറഞ്ഞേ നീ. വളരെ ആകാംക്ഷയോടെ സംസാരിക്കുന്ന മനുവിനെ കണ്ടേ ആദിത്യ ചിരിയോടെ പറഞ്ഞു. പറയാടാ, കുറച്ച് ദിവസം കൂടെ ടൈം വേണോ എനിക്ക്. പിന്നെ അതുവരെയും ഇത് ആരോട് പറയണ്ട കേട്ടോ. നീ അവളെ കണ്ടാലും ഇതൊന്നും പോയി പറഞ്ഞ് അവളെ ചൊറിയരുത്. അതൊരു സസ്പെൻസാ. ഞാനേ വേറെ വഴിയില അവൾക്ക് പണി കൊടുത്തേ. ഞാനാണെന്ന് പോലും ശരിക്കും അവൾക്ക് മനസ്സിലായില്ല. അതൊരു ട്രാപ്പാടാ. നീ അതൊന്നും പോയി പൊളിച്ചേക്കല്ലേ. ആദ്യം വളരെ സസ്പെൻസ് ഇട്ട് കാര്യങ്ങൾ പറയുന്നത് കേൾക്കെ മനു അവനെ ഇതെന്താ സംഭവം എന്നതുപോലെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അപ്പോൾ ആദ്യാണേൽ അതൊന്നും ശ്രദ്ധിക്കാതെ എന്തോ വലിയ ആലോചനയിൽ വീണ്ടും വണ്ടി ഓടിപ്പിൽ തന്നെയാണ്. അതിനാൽ പിന്നെ മനുവും ഒന്നും ചോദിച്ചുകൊണ്ട് ചേട്ടനെ ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല. പക്ഷെ എങ്കിലും അവന്റെ മനസ്സിൽ ഒരു ചോദ്യമായി തന്നെ ആദിയുടെ ഈ മറുപടി നിന്നിരുന്നു. എന്തോ ഉടായിപ്പ് പോലെ, എവിടെയോ എന്തൊക്കെയോ മിസ്റ്റേക്ക് പോലെ. ഒന്നും അങ്ങോട്ട് ക്ലിക്ക് ആകുന്നില്ല. സംതിങ് ഫിഷി. എന്താകും? ഇവൻ എന്തോ ഉടായിപ്പുണ്ട്. വരട്ടെ, കണ്ടുപിടിക്കാം.